ബിഗ് ബോസ് വീട്ടില് ആണുങ്ങളുടെ വാ അടുപ്പിക്കാൻ കഴിയുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ്. അത് വേറെ ആരുമല്ല, ലക്ഷ്മിക്കാണ്. ലക്ഷ്മി ആണുങ്ങളുടെ വാ അടപ്പിച്ചിരിക്കും. കാരണം അമ്മാതിരി വർത്താനമാണ് ലക്ഷ്മിയുടെ ഇത് വരുന്നത്. കാരണം ലക്ഷ്മി സംസാരിക്കുമ്പോൾ ആണുങ്ങൾ മിണ്ടാതിരുന്ന് പോകുന്ന രീതിയിലാണ് ലക്ഷ്മിയുടെ ഒരു ടോക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ബിഗ് ബോസിൽ മറ്റു പെൺകുട്ടികൾക്ക് കഴിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ലക്ഷ്മി ഇന്ന് ചെയ്തത്. അതുപോലെ തന്നെ ആര്യന്റെ വസ്ത്രം താഴെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആര്യൻ ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ വൈൽഡ് കാർഡ്സിന്റെ ഡ്രസ്സ് വലിച്ചെറിഞ്ഞപ്പോ ആര്യന് ഒന്നും തോന്നിയില്ല. ആര്യന്റെ വസ്ത്രം ഇന്നത്തെ ആൾക്കാര് വലിച്ചെറിഞ്ഞപ്പോ അത് ആര്യന് പ്രശ്നമായി. അപ്പൊ അതൊരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ കളിക്കുന്നത് ആര്യൻ. പിന്നെ എന്താണ് ഇന്ന് എപ്പിസോഡ് നടന്നത്? ഇന്ന് മറ്റേ കിരീടം ടാസ്ക് അത് വേറെ രീതിക്ക് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് കിരീടം ടാസ്ക്. പക്ഷെ ഇത് എന്തിനാണോ എന്തോ ആ ഫസ്റ്റ് ടാസ്കുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? ആവറേജ് മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് സംസാരിച്ചാലോ. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരാം. പതിവ് പോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിൽ വേണ്ടി ഡാൻസ് നടക്കുകയാണ്. പിന്നെ ഫാൻ സോൺ, നമ്മുടെ ബിഗ് ബോസിന്റെ ഫാൻ സോൺ ഉണ്ടല്ലോ, നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ഒരു ഫാൻ സോൺ ഉണ്ട്. ആ ഫാൻ സോണിൽ 3 ഓപ്ഷൻ കൊടുക്കും. ആ ഓപ്ഷനിൽ എല്ലാവരും ക്ലിക്ക് ചെയ്ത് അനുമോളായിരിക്കണം ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, ഓണത്തിന് ഭക്ഷണം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോളിന്റെ ഫാൻസ് എല്ലാവരും ചേർന്ന് അനുമോളിനെയാണ് പറഞ്ഞത്, അനുമോൾ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പൊ അനുമോള് പായസം ഉണ്ടാക്കാം രീതിയിൽ ഉറച്ചിരിക്കുകയാണ്. പിന്നെ വൈൽഡ് ആർട്സിന്റെ പണിപ്പുര പ്രവേശനമാണ്. ഈ പ്രവേശനത്തിൽ 30 സെക്കൻഡ് ഉണ്ടാവും. ഈ 30 സെക്കൻഡിൽ ഓരോരുത്തർ അവരവരുടെ സാധനങ്ങൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. അവരവരുടെ വസ്തുക്കൾ മാത്രം എടുക്കുക, മറ്റൊരാളുടെ വസ്തുക്കൾ എടുക്കാൻ പാടില്ല. 30 സെക്കൻഡ് ഉണ്ടാവും. ഈ 30 സെക്കൻഡിൽ 5 പേര് പോയി വരണം. അപ്പോ പ്രവീൺ പോകുന്നുണ്ട്, ജിഷിൻ പോകുന്നുണ്ട്, മസ്താനി പോകുന്നുണ്ട്. ലക്ഷ്മിക്ക് പോകാൻ പറ്റുന്നില്ല. ലക്ഷ്മി പോകാൻ പോയപ്പോഴത്തേക്കും ടൈം പ്രവീൺ അല്ലാട്ടോ ആദ്യം പോയത്, സാബു ആണെന്ന് തോന്നുന്നു. പ്രവീൺ അപ്പോ സാധനങ്ങള് എടുക്കാൻ ഇച്ചിരി ടൈമുള്ളൂ, അപ്പൊ എടുക്കാൻ കിട്ടിയില്ല. പക്ഷെ ജിഷൻ ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചാല് ജിഷൻ ലക്ഷ്മിയുടെ പാക്കറ്റ് എടുത്തു. അത് മസ്താനി വന്നിട്ട് ചൂടാവുന്നുണ്ട്. മസ്താനി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കവറെല്ലാം എടുക്കണം, നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്മിയുടെ കവർ എടുത്ത് അവിടെ ചെറിയൊരു ക്ലാഷ് ഉണ്ടാക്കുകയാണ്. ഇവരെടുത്ത സാധനങ്ങളെല്ലാം കൂടെ ചേർത്തപ്പോൾ ഇവർക്ക് സ്മോൾ ബോംബാണ് കിട്ടിയത്. അപ്പൊ ഇവർക്ക് ചെറിയ പണിയാണ്, വേറൊന്നുമല്ല. അനുകരിക്കുക എന്ന് വെച്ചാൽ മറ്റൊരാളെ അനുകരിക്കുക എന്നുള്ള സംഭവമാണ്. ഇത് കൊടുക്കുന്നത് ഒനീലിന് കൊടുക്കുന്നു. പിന്നെ ഇവർ ആദ്യം 3 പേരെ സെലക്ട് ചെയ്തതായ ജിസേലിനാണ് കൊടുക്കുന്നു. അപ്പൊ ഒനീലും ജിസയിലും വരുന്നുണ്ട്. അപ്പൊ ഒനീലിനോട് ചോദിക്കുകയാണ്, ഒനീൽ നിങ്ങൾ ആരെയാണ് അനുകരിക്കുന്നത് ചോദിക്കുമ്പോൾ ഷാനവാസിനെ അനുകരിക്കാമെന്ന് പറയുന്നു. ജിസയിലാണെങ്കിൽ അനുമോളിലെ എന്ന് പറയുന്നു. അതിനുശേഷം എന്റെ പൊന്നോ ചിരിക്കാനുള്ള വകയാണ് മൊത്തം. കാരണം ജിസയില് അനുമോള് ചെയ്യുന്ന എന്തൊക്കെ കോപ്രായങ്ങളാണോ അതെല്ലാം ജിസയിലും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനിട്ട് ഒരു പണി ഷാനവാസ് കൊടുക്കുന്നുണ്ട്. കാരണം ഷാനവാസ് അനീഷിന് എന്തെങ്കിലും പറയുമ്പോൾ അതേ സാധനം തന്നെ ഒനിയിലും പറയുന്നുണ്ട് അനീഷിനെ പറ്റി. അപ്പൊ അത് നല്ലൊരു കോമഡി ആയിട്ട് നമുക്കൊരു ചിരിക്കാൻ പറ്റിയൊരു സാധനമായിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് തോന്നി. പിന്നെ പിന്നെ നമ്മുടെ അനീഷ് ഈ എല്ലാവരും ഇതിലിരിക്കാൻ പറഞ്ഞപ്പോ അനീഷ് ആണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു അനീഷ് മെയിൻ ആവാൻ വേണ്ടിയിട്ട് അനീഷിന്റെ സീറ്റിൽ ആദില പോയിരിക്കുന്നുണ്ട്. ആദില പോയിരിക്കുന്ന ബിഗ് ബോസ് പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഒരു വഴക്കുണ്ടാവുകയാണ്. എന്നിട്ട് നെവിൻ വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അനീഷിന്റെ അടുത്തോട്ട് പിടിച്ച് ഇരുത്തുന്നുണ്ട്. പിന്നെ ശൈത്യം അനുമോളും തമ്മിലുള്ളൊരു ഫൈറ്റാണ് നമ്മളിന്ന് കാണുന്നത്. വേറെ ഒന്നുമല്ല, ശൈത്യ അനുമോളുടെ അഫെയറിനെ പറ്റി വീട്ടിൽ വേറെ ആൾക്കാരോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാട് ഉണ്ടാക്കിയ അനുമോള് ശൈത്യ ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടാണ് അനുമോള് ചൂടുക. കാരണം അനുമോള് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ശൈത്യ കിടന്ന് ഫയർ ആവുകയാണ് അനാവശ്യമായിട്ട്. അതിന്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. ശൈത്യ ശരിക്കും പറഞ്ഞാലും ശൈത്യയുടെ പ്രശ്നം വെച്ചാല് ഞാനൊരു കാര്യം പറയാം. ഒരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിന്റെ ഒരു തെറ്റ് കണ്ടാലും ഇതൊക്കെ കൂടെ നിൽക്കണം. പക്ഷേ ഈ ശൈത്യ കാണിച്ചതെന്ന് വെച്ചാൽ പുറത്ത് അനുമോൾക്ക് നെഗറ്റീവ് ആണോ എന്ന് വിചാരിച്ചിട്ട്
നൈസായിട്ട് അനുമോളെ ഒന്ന് ഒതുക്കി മാറ്റിയ രീതിയിലാണ് ശൈത്യയുടെ ഗെയിം. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടും. കണ്ടു നിൽക്കുന്ന സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരുടെ കണ്ണിൽ ചിലപ്പോൾ നല്ല ഗെയിം ആയിരിക്കാം. പക്ഷെ ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ്റെ കണ്ണിൽ ഇത് കാണുമ്പോൾ അയ്യോ പാവം അനുമോളെ അവള് ഇങ്ങനെ ആക്കിയല്ലോ എന്ന് എനിക്കും തോന്നും. അതിപ്പോൾ ഞാൻ ചിലപ്പോൾ എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു മേഖലയിൽ. അപ്പം ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ചിന്തിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ കണ്ണിൽ ശൈത്യ ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ ഈ കേസ് പറഞ്ഞിട്ട് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശൈത്യ ആര്യന്റെ അടുത്തേക്ക് പോകുന്നു. ആര്യൻ പറഞ്ഞു മസ്താനിയാണ് ഇത് കൊണ്ടുവന്നത്, മസ്താനിയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ ശൈത്യ അതിൽ നിന്ന് ഒഴിവാകുന്നുണ്ട്. അതിനുശേഷം മറ്റേ ആര്യന്റെ ഡ്രസ്സ് താഴെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആര്യൻ ഭയങ്കര വിഷയമുണ്ടാക്കി. വേറെ നല്ല വാഷ്റൂമിൽ സോഫയിൽ കിടന്നൊരു വസ്ത്രം, ആ വസ്ത്രം മുഷിനതാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, അതെടുത്ത് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒരു കാര്യമാണ്, നല്ലൊരു കാര്യം തന്നെ. കാരണം ഒരു വസ്ത്രം വാഷ്റൂമിലാണ് വെച്ചിരിക്കുന്നത്, അത് എടുത്ത് വെക്കണം എവിടെയെങ്കിലും, വലിച്ചെറിയല്ലേ വേണ്ടത്. അപ്പൊ ഈ ഇരിക്കാൻ വരുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ താഴെ ഇടും. അത് തന്നെ ലക്ഷ്മി ചെയ്തോളൂ. എനിക്കത് ലക്ഷ്മി അത് നെഗറ്റീവായിട്ട് ചെയ്താണ്ട് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ ലക്ഷ്മി ചെയ്തത്. അപ്പൊ ഞാനാണെങ്കിൽ പോയി ഞാനതന്നെ ചെയ്യത്തുള്ളൂ. ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനെ വിളിച്ചിരുന്നു, പക്ഷെ ക്യാപ്റ്റനെ വിളിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പോയി ചോദിക്കുക ആരുടെയാണെന്ന്. ഒരു റെസ്പോൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വലിച്ചെറിച്ച് താഴേക്ക് ഇടും. എന്നിട്ട് ആര് ഭയങ്കരമായിട്ട് വെച്ചുണ്ടാക്കിയായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ വൈൽഡ് ആർട്സിന്റെ പൊതിഞ്ഞു വെച്ച വസ്ത്രങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോ ആര്യനോ ഒന്നും തോന്നിയില്ലേ? ഇന്നലെ ജിഷൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയല്ലോ. ജിഷൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോ എന്താണ് എല്ലാവരും പറഞ്ഞ് ഒരു വസ്ത്രം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അതേ ആര്യനും അതേ അക്ബറും അതേ അപ്പാനിയുമാണ് ഇന്ന് പറയുന്നത് വസ്ത്രം താഴെ ഇട്ടാല് സോറി പറയണം. ലക്ഷ്മി ആണെങ്കിലോ, ലക്ഷ്മി പറയോ സോറി? എവിടെ നിന്ന്? ലക്ഷ്മി ഒരു കാരണവശാലും ആരോടും ഒരു സോറി പറയത്തില്ല. അപ്പം അതാണ്. പക്ഷെ ഇന്ന് പ്ലസ്സിലൊരു കാര്യം നടന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലക്ഷ്മി ബിഗ് ബോസ് പ്ലസ്സിൽ എന്താന്ന് വെച്ചാല് നമ്മുടെ ആര്യന്റെ ഒരു കേസ് തന്നെ, ഇതേ കേസ് തന്നെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നെവിനോട് പറഞ്ഞോ എന്തോ ഒരു കാര്യം ചോദിച്ചു. അപ്പൊ അപ്പാനെ തിരിച്ചു ചോദിച്ചു, ലക്ഷ്മി അത് പറയാത്ത എന്താ വെച്ചപ്പോ ലക്ഷ്മി പറയാണ് അത് ഞാൻ നിങ്ങൾക്ക് തരാണ്ട് ഉത്തരവല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. ഒരാളെ വാ അടപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞ വാ അടപ്പിക്കുക. കാരണം ലക്ഷ്മിക്ക് കഴിയുള്ളതിന്. കാരണം അപ്പാനെ അവിടെ ഇതായിപ്പോയി, അയ്യോ നാണം കെട്ടല്ലോ എന്നുള്ള രീതിയിൽ. കാരണം ലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പാനിക്ക് പൊട്ടുന്നുണ്ട്, നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട്. അപ്പൊ നേരെ മാറ്ററിലേക്ക് വരാം. ഓക്കെ, അപ്പോ ഈ അക്ബറും അപ്പാനിയൊക്കെ പറയുന്നത് എന്റെ വസ്ത്രങ്ങാനായിരിക്കണം ഇങ്ങനെ വലിച്ചെറിഞ്ഞത്, നല്ല ദേഷ്യം വരും. ഇതേപോലെ തന്നെയല്ലേ ഇന്നലെ ജിഷിന്റെയും വസ്ത്രങ്ങളൊക്കെ എടുത്ത് പണിപ്പുരയിൽ വലിച്ചെറിഞ്ഞത്. അത് അവര് വലിച്ചിങ്ങനെ എറിഞ്ഞു. ഇത് ലക്ഷ്മി ഇങ്ങനെ ഇട്ടാലേ ഉള്ളൂ. ഈ കേസും പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പൊ സ്വന്തം കാര്യം വരുമ്പോ എല്ലാവർക്കും വേദനിക്കും, മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയുമെങ്കിൽ സ്വന്തം കാര്യം വരുമ്പോൾ എന്താണ് എല്ലാവർക്കും ദണ്ണം ഉണ്ടാകും. ഇത് തന്നെയാണ് നടന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കർമ്മയാണ്. ഇത് തിരിച്ചു കിട്ടുകയാണ്. അപ്പാനിക്കായാലും അക്ബറിനായാലും ആര്യ ഇത് കർമ്മയാണ്. ആര്യ എന്തോരം കിടന്ന് കളിയാക്കുകയായിരുന്നു. എന്താണ് ലക്ഷ്മി ബായ്, മസ്താനി ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കിടന്ന് കളിയാക്കിയില്ലേ. തിരിച്ച് ഇന്ന് കിട്ടി അവർക്ക്. ആര്യന്റെ വസ്ത്രം വലിച്ചെറിഞ്ഞൊന്നുമല്ല പറഞ്ഞുള്ളൂ, പക്ഷെ വലിച്ചെറിഞ്ഞിട്ടില്ല. ലക്ഷ്മി അത് ഇടുക ചെയ്തു. എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി. അത് കിട്ടണം ആ പനിക്കായാലും. ഇത് ശരിക്കും പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചോന്ന് എനിക്ക് ഓൾറെഡി വൈൽഡ് ആർട്സിന്റെ ഡ്രസ്സ് എടുത്ത കേസില്ലേ, അവർക്ക് വലിച്ചെറിയാം, ഇവർക്ക് വലിക്കാൻ. അവർ ചെയ്ത ആഹാ, നമ്മൾ ചെയ്ത ഓഹോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നല്ലൊരു കാര്യം. അങ്ങനെ ആരും ലക്ഷ്മി ഭയങ്കര ഇതായിട്ട് ലക്ഷ്മിനോട് സോറി പറയാനായിട്ട് അപ്പാനി അക്ബറൊക്കെ പറയുന്നതിന് സോറി ഞാൻ പറയില്ല എന്ന് ലക്ഷ്മിയും സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ബോയ്സ് വേഴ്സസ് ലക്ഷ്മിയാണ് പിന്നെ ഇന്ന് ഞാൻ കണ്ടത്, സത്യം. പിന്നെ ഈ ദേഷ്യം തീർക്കാനായിട്ട് ആര്യൻ ലക്ഷ്മിയുടെ ഒരു പാൻ്റാണെന്ന് പറഞ്ഞു, പൈജാമ എടുത്തിട്ട് റൂഫില്, ബിഗ് ബോസിന്റെ ഒരു റൂഫുണ്ട്, ആ റൂഫിന്റെ അവിടെ കൊണ്ട് എറിയുന്നുണ്ട്. ഇതൊക്കെ എന്ത് തെറ്റായ കാര്യമാണെന്ന് അറിയോ? ഇതെന്തായാലും ആര്യനോട് ലാലേട്ടൻ ചോദിക്കണം. കാരണം ഇത് അത്ര വലിയ ഇഷ്യൂ ആണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ആര്യന് ഇവിടെ സ്പെഷ്യലായിട്ട് അവിടെ ഒന്നുമില്ല. പിന്നെ ആര്യന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആര്യൻ
ഇടയ്ക്ക് ഈ കാണിക്കുന്നതൊക്കെ എന്തൊക്കെയാ, അവനിക്ക് തന്നെ ഒന്നും അറിയത്തില്ല, എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. അപ്പോൾ അതാണ് ആര്യൻ്റെ കേസ്. എനിക്ക് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കിരീടം യുദ്ധം ടാസ്ക്കാണ്. അതിൽ ഇന്ന് എന്തോ സ്റ്റാൻഡിൽ ബോൾ വെക്കുക, അത് കൊണ്ടുപോയി ഒരു മഡിലേക്ക് കൊണ്ടുപോയിടുക, ഇതായിരുന്നു ടാസ്ക്. ഇതിൽ രണ്ടുപേര് ഫൈനലിലേക്ക് വിജയിക്കുന്നു, വേറെ ഒന്നുമില്ല. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും പാത്രം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പോൺസർ ടാസ്ക് വന്നു, അത് വലിയ പ്രത്യേകതയായിട്ടൊന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം, പാത്രം കഴുകി വെച്ചില്ല രാത്രി, അത് തെറ്റാണ്. ഓക്കെ, തെറ്റായ കാര്യമാണ്. ഈ കിച്ചൺ ഡ്യൂട്ടിയിൽ വെസൽ ക്ലീൻ ആക്കണം എന്ന് പറയുന്നത് ഇവരുണ്ടാക്കിയ ഭക്ഷണ പാത്രമില്ലേ, ആ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രമാണ് വെസലായിട്ട് കഴുകേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ കഴിച്ച പാത്രം എടുത്ത് കഴുകലല്ല ഇവരുടെ പണി. അപ്പോൾ ഈ വെസൽ ടീം അത് ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഈ വെസൽ കഴുകിയ സാധനങ്ങൾ വെക്കാലോ, തിന്ന പ്ലേറ്റ് കഴുകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വെസൽ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ, വലിയ ചെരുവം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് കഴുകി വെക്കണം. കാരണം ഈ കിച്ചണിൽ ഈ സംഭവം ഇങ്ങനെ കിടന്നാൽ ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ. കാരണം എത്ര നേരം ആ ഒരു പാത്രം ആ ഒരു സിങ്കിൽ കിടക്കുന്നോ അത്രയും അണുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ജംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ അവർ ചിലപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് ബോഡിക്ക് ഇഷ്യൂ ആവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലവർക്ക് വരത്തില്ല, ശീലമുള്ളവരൊക്കെ ആയിരിക്കും, പക്ഷെ ചിലവർക്ക് അതൊക്കെ എഫക്റ്റ് ആവാം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പാറ്റയൊക്കെ വരും ആ ടൈമിൽ, ചിലപ്പോൾ പാറ്റയൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും അതിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാത്രി ഇപ്പം അക്ബറും അപ്പായും പറഞ്ഞ ഈ പോയിന്റിലോടും ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഞാൻ എല്ലാത്തിലും നമ്മളൊരു പറയില്ല, അക്ബർ അപ്പായും പറഞ്ഞ ചില കാര്യങ്ങൾ യോജിക്കുന്നില്ലെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അക്ബറും അപ്പായും പറഞ്ഞ കറക്റ്റാണ്, രാത്രി ആകുമ്പോൾ തന്നെ ഈ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഒരു കിച്ചൻ്റെയും വെസൽ ടീമിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് ചെയ്യുക. അത് ചെയ്യാത്തതുകൊണ്ട് അപ്പാനി അക്ബറാണെങ്കിൽ നെവിൻ്റെ ഉറക്കം കെടുത്തും, അതെനിക്ക് മോശമായിട്ട് തോന്നി. കാരണം ഒരാളുടെ ഉറക്കം കെടുത്തും, നിങ്ങൾ ഉറക്കമില്ല, ഇതൊരു ഗുണ്ടായസം കയറി വന്നു. ഗുണ്ടായസം കയറി വന്നപ്പോൾ നെഗറ്റീവായി. അവർ മര്യാദക്ക് പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആവും, പക്ഷേ ഇവർ ഗുണ്ടായസം കൊണ്ട് കാണിച്ചപ്പോൾ അത് നെഗറ്റീവായി. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബിഗ് ബോസ് പ്ലസ്സിൽ നടക്കുന്നത് ജീവിതകഥയാണ്. ജിസേലിൻ്റെ ജീവിതകഥ പറഞ്ഞു. ജിസേലിൻ്റെ ജീവിതകഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണ്, അച്ഛൻ പഞ്ചാബിയാണ്, ഒരു മിസ്റ്റർ പഞ്ചാബിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു. പിന്നെ ബിഗ് ബോസ് ഹിന്ദിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് ബിഗ് ബോസ് പ്ലസ്സിൽ ജിസേലിൻ്റെ ജീവിതകഥ. പിന്നെ വൈൽഡ് ആർട്സിൻ്റെ ജീവിതകഥയാണ് നടക്കുന്നത്. പിന്നെ ഓണപ്പൂ ഇടുന്നത്, അതിൽ അനീഷ് കിടന്ന് ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. നാളെ തിരുവോണ ആഘോഷമാണ്. ലാലേട്ടൻ ഒന്നും വരുന്നില്ല. ഞാൻ കരുതി ലാലേട്ടനൊക്കെ വരുമായിരിക്കും, പക്ഷെ ലാലേട്ടൻ ഒന്നും വരുന്നില്ല. ഓണം ആഘോഷിക്കുന്നു, നല്ല ഡ്രസ്സിൽ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പെൺകുട്ടികളും ആയാലും ആൺകുട്ടികളൊക്കെ അടിപൊളി ലുക്കിൽ, ഓണം ലുക്കിലൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ട് തിരുവോണം. അപ്പോൾ നാളെ ചിലപ്പോൾ വലിയ കണ്ടന്റ് ഒന്നും കാണത്തില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു ഓണക്കളികളൊക്കെ ആയിരിക്കും, മൊത്തം നടക്കാൻ പോകുന്നു. ചിലപ്പോൾ ഒരു ഓണക്കളി, സദ്യ കഴിക്കൽ, അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് 12 മണി ആവുമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നാളത്തെ എപ്പിസോഡിന് റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെയ്ക്കും